Shalom. Our YouTube channel, A for Ben. welcomes you to a new lesson of Hebrew language learning. ഹീബ്രു ഭാഷാ പഠനത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. The definite article ha in Hebrew is equivalent to the English word the. Usually the definite article ha, denoted by the vowel sign patha. ഹീബ്രുവിലെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഹ എന്ന ദി എന്ന ഇംഗ്ലീഷ് പദത്തിന് സമമാണ്. സാധാരണയായി ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഹ പധ എന്ന സ്വരാക്ഷരചിഹ്നത്താൽ സൂചിപ്പിക്കപ്പെടുന്നു. And the first consonant of the word to which it is added is doubled. Dagesh forte is added to the consonant to show that it is doubled. കൂടാതെ അത് ചേർത്തിരിക്കുന്ന പദത്തിന്റെ ആദ്യത്തെ വ്യഞ്ജനാക്ഷരം ഇരട്ടിയാകുന്നു. വ്യഞ്ജനാക്ഷരത്തിൽ ഡാഗേഷ് ഫോർട്ടെ ചേർത്ത് അത് ഇരട്ടിയാക്കിയതായി കാണിക്കുന്നു. But Dagesh forte does not accept the letters aleph, hey, heith, ayin, and resh. എന്നാൽ ആലേഫ്, ഹേ, ഹെത്ത്, ആയിൻ, റേഷ് എന്നീ അക്ഷരങ്ങൾ ഡാഗേഷ് ഫോർട്ടെ സ്വീകരിക്കില്ല. When the definite article is added to the three letters aleph, ayin, and resh, the vowel symbol patha in the letter hey is lengthened and becomes the vowel symbol komets. ആലേഫ്, ആയിൻ, റേഷ് എന്നീ മൂന്ന് അക്ഷരങ്ങളിലാകട്ടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർക്കുമ്പോൾ ഹേ എന്ന അക്ഷരത്തിൽ പധ എന്ന സ്വരാക്ഷരചിഹ്നം ദീർഘിച്ചു ഖാമേറ്റ്സ് എന്ന സ്വരാക്ഷരചിഹ്നം ആയി മാറുന്നു. But now we will learn how the letters hey and het take the definite article. ഇപ്പോൾ നാം പഠിക്കുന്നത് ഹേ, ഹെത്ത് എന്ന അക്ഷരങ്ങൾ എങ്ങനെയാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ സ്വീകരിക്കുകയെന്നാണ്. Let's look at ഹഹെഖാൽ, temple, or a temple, or the temple. First one is heikel without an article. It will be read as temple or a temple. When the definite article is added to it, it becomes hehikel or the temple in English. ഹഹെഖാൽ, ഹേക്കാൽ, ഹേക്കാൽ. ഡെമ്പിൽ എ ടെമ്പിൾ അല്ലെങ്കിൽ ദി ടെമ്പിൾ. ആദ്യത്തേത് ആർട്ടിക്കിൾ ഇല്ലാതെ ഹേക്കാൽ ആണ്. അത് ടെമ്പിൾ അല്ലെങ്കിൽ എ ടെമ്പിൾ എന്ന് വായിക്കാം. അതിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർക്കുമ്പോൾ ഹേക്കാൽ അഥവാ അത് ഇംഗ്ലീഷിലെ ദി ടെമ്പിൾ എന്ന പോലെ ആകും. Let's look at a word starts with heith. ഹസാഖ്, ഹെഖഷേഖ്. Darkness or the darkness. First one is hashek without an article. It will be read as darkness. When the definite article is added to it, it becomes hahashek or the darkness in English. ഹസാഖ്, ഹെഖഷേഖ്. ഹോസെക്, ഹോസെക്. ഡാർക്ക്നെസ് അല്ലെങ്കിൽ ദി ഡാർക്ക്നെസ്. ആദ്യത്തേത് ആർട്ടിക്കിൾ ഇല്ലാതെ ഹോസെക് ആണ്. അത് ഡാർക്ക്നെസ് എന്ന് വായിക്കാം. അതിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർക്കുമ്പോൾ ഹോസെക് അഥവാ അത് ഇംഗ്ലീഷിലെ ദി ഡാർക്ക്നെസ് എന്ന പോലെ ആകും. As we said earlier, the definite article in Hebrew is ha. When it's attached to a noun that begins with a vowel, as in the case of harem, mountains, the ha changes to he. So, instead of saying ha harem, we say hey harem to avoid two vowels sounding together. This is a common sound change in Hebrew grammar. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹീബ്രുവിലെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഹ എന്നാണ്. എന്നാൽ ഹരീം എന്ന പോലെയുള്ള സ്വരാക്ഷരത്തിൽ ആരംഭിക്കുന്ന ഒരു നാമത്തിൽ ഇത് അറ്റാച്ചു ചെയ്യുമ്പോൾ ഹ എന്നത് ഹെ എന്നതിലേക്ക് മാറുന്നു. അതിനാൽ ഹഹാരിം എന്ന് പറയുന്നതിനു പകരം രണ്ട് സ്വരാക്ഷരങ്ങൾ ഒരുമിച്ച ശബ്ദം ഒഴിവാക്കാൻ ഹെഹാരിം എന്ന് പറയുന്നു. ഹീബ്രു വ്യാകരണത്തിലെ ഒരു സാധാരണ ശബ്ദമാറ്റമാണിത്. As we have discussed, the definite article in Hebrew is ha. When it precedes a noun beginning with a vowel like ayin and afar, it usually changes to ha to avoid two vowels sounding together. In this word hey-afar, this form reflects a specific grammatical phenomenon in Hebrew, where the definite article can sometimes be pronounced with a seagull vowel point instead of patha. This is often encountered in poetic or archaic language. The meaning of the word is the dust. നമ്മൾ ആദ്യം കണ്ടതുപോലെ ഹീബ്രു ഭാഷയിലെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഹ ആണ്. എന്നാൽ ഈ വാക്ക് ആഫാറിലെ ഐൻ പോലെയുള്ള ഒരു സ്വരാക്ഷരത്തിൽ ആരംഭിക്കുന്ന നാമത്തിനു മുമ്പായി വരുമ്പോൾ രണ്ട് സ്വരാക്ഷര ശബ്ദം ഒഴിവാക്കാൻ സാധാരണയായി അത് ഹെയിലേക്ക് മാറുന്നു. ഹെയാഫാർ എന്ന ഈ വാക്കിൽ നാം കാണുന്ന ഈ ഫോം ഹീബ്രുവിലെ ഒരു പ്രത്യേക വ്യാകരണ പ്രതിഭാസത്തെ പ്രതിഫലിപ്പിക്കുന്നു. അവിടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചിലപ്പോൾ പദഹിന് പകരം സെഗോൾ സ്വരാക്ഷര പോയിന്റ് ഉപയോഗിച്ച് ഉച്ചരിക്കാം. ഇത് പലപ്പോഴും കാവ്യാത്മകമായ അല്ലെങ്കിൽ പുരാതന ഭാഷയിൽ ആണ് കാണുന്നത്. വാക്കിന്റെ അർത്ഥം ഡസ്റ്റ് എന്നാണ്. Now we have seen how the definite article is added to the letters aleph, hey, hate, ayin, and resh. There are other methods as well. We will learn it later. ഇപ്പോൾ നാം കണ്ടത് ആലേഫ്, ഹേയ്, ഹെത്ത്, ആയിൻ, റേഷ് എന്നീ അക്ഷരങ്ങളിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എങ്ങനെ ചേർക്കുന്നുവെന്നാണ്. ഇനിയും മറ്റു രീതികളും ഉണ്ട്, അത് നാം പിന്നീട് പഠിക്കും. Please like, share, and subscribe to our YouTube channel. Feel free to comment below. Have a great time.